ഹലോ, നമ്മളിന്ന് വുമൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിടാൻ പോണത്. അപ്പോൾ മെൻസ് ആരെങ്കിലും ബോയ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോക്കോട്ടാ. ഇന്ന് വുമൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്കും സാഗി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്കും അതിൽ നിന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം, അതിനെങ്ങനെ നമുക്ക് ചാടണ്ട ഓടണ്ട മറിയണ്ട ഇതൊന്നും ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്ത് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് ഇന്ന് പറയാൻ പോണത്. അപ്പൊ നമുക്ക് അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റിനോ ആമിനുള്ള വാമപ്പാണ് ആദ്യം ചെയ്യാനുള്ള എക്സസൈസ്. അത് നമുക്ക് നിങ്ങളിത് വീട്ടിൽ ചെയ്യുമ്പോൾ 20 സെക്കൻഡ് വീതം ഓരോന്നും ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൽ ജസ്റ്റ് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്യുക. നമ്മുടെ അപ്പർ ആൻഡ് ഇന്നർ മസിൽസിനെ റൊട്ടേറ്റ് ചെയ്യാനാണ് പോണത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി ഇതേ പൊസിഷൻ തന്നെ ബാക്കിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഷോൾഡർ വേദനയ്ക്കുണ്ട്, പക്ഷെ ബെനിഫിറ്റ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എൽബോസ് തമ്മിലൊന്ന് ജോയിന്റ് ചെയ്ത് പിടിക്കാനാണ് പോണേ. നമ്മുടെ ചെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ചെസ്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് നമ്മുടെ ഈ പോർഷനെയാണ്, ഈ ജോയിന്റ്സിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതിങ്ങനെ 1 മിനിറ്റ് സമയത്തൊന്നും ചെയ്യാൻ നോക്കാട്ടാ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിനെ ഇങ്ങനെ ഒരു പോർഷനിൽ കൈവയ്ക്കുക. ഇനി ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിരി വരും, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഞാൻ ഈ തിരിഞ്ഞിക്കണത് ഞാൻ എന്താ ചെയ്യണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാനാട്ടാ. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് ഇവിടെയാണ്. അത് എന്താണ് ഉണ്ടാവണേന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യണത് നമ്മുടെ ചെസ്റ്റിനെ. നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ കൈ പിടിക്കുക. നന്നായി ഈ കൈ ഇങ്ങനെ പിടിക്കുന്ന നമ്മുടെ ഈ ഫിംഗേഴ്സിന്റെ ഭാഗം നന്നായി പ്രഷർ ചെയ്യുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. പിന്നെ ഒരു 5 സെക്കൻഡ് നന്നായി പ്രഷർ ചെയ്ത് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. നന്നായി ഒന്ന് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് നന്നായി പ്രഷർ ചെയ്യുക. പാരലലായിട്ട് വേണം നമ്മളിങ്ങനെ കൈവയ്ക്കാൻ. എന്നിട്ടൊന്ന് റിലീസ് ചെയ്യാം. ഹോൾഡ് ചെയ്യുക, പ്രഷർ കൊടുക്കാൻ നന്നായിട്ട്. കൈയുടെ ഈ ഭാഗങ്ങളൊക്കെ വേദന ഉണ്ടാവും നമുക്ക്. എന്നിട്ടൊന്ന് റിലീസ് ചെയ്യാം. ഇത് 1 മിനിറ്റ് സമയത്തോളം ചെയ്യാം. ആം എക്സസൈസ് എന്നാണ് പറയാ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എൻ്റെ മുന്നത്തെ എക്സസൈസിലൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. 1 മിനിറ്റ് ടൈമോളം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈ ഇങ്ങനെ ചുമരിനോട് ഹോൾഡ് ചെയ്യാം. പോസ് പോസ് റിലീസ്. ഹോൾഡ് ചെയ്യാം.
pause, pause, release. Pause, pause, release. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. പോസ്, പോസ്, റിലീസ്. 3 സ്റ്റേജ് ആയിട്ട് ചെയ്യാൻ നോക്കാം. പോസ്, പോസ്, റിലീസ്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള എക്സസൈസ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. ഇത് എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റണോ അത്രത്തോളം സ്പീഡിൽ 60 സെക്കൻഡ് ചെയ്യാൻ നോക്കാം. നിർത്താണ്ട് ചെയ്യാൻ നോക്കാം. കാരണം ഇത് നമ്മുടെ മസിൽസിനൊക്കെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റൊക്കെ നമുക്ക് മാറി കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് 1 മിനിറ്റ് സമയത്തോളം നിർത്താണ്ട് ചെയ്യാൻ നോക്കും. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ 60 സെക്കൻഡ് സമയത്തോളം ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുള്ള 9 എക്സസൈസും നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ അൺകംഫർട്ടബിൾ സോണിൽ നിന്ന് ഒരു കംഫർട്ടബിൾ സോണിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.